2024 നെസ്റ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. ഈ നെസ്റ്റ് എക്സാം നടത്തുന്നത് നൈസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഭുവനേശ്വർക്കും അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റമിക് എനർജി സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് CBS എന്ന് പറയുന്ന മുംബൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായിട്ടുള്ള സീറ്റുകൾക്ക് വേണ്ടിയാണ്. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിലേക്കാണ് നെക്സ്റ്റ് എക്സാം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ നൈസറിൽ 200 സീറ്റും CBSൽ 57 സീറ്റും, അങ്ങനെ 257 സീറ്റിന് വേണ്ടിയാണ് എക്സാം. നെക്സ്റ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ആണ്, ഓൺലൈനാണ്, പെൻ ആൻഡ് പേപ്പർ അല്ല. ആ ക്വസ്റ്റിൻ്റെ പാറ്റേൺ നോക്കുക. 4 സെക്ഷനിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇങ്ങനെ 4 സെഷനായിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓരോ സെഷനിൽ നിന്നും നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. ഫിസിക്സിൽ നിന്ന് 20, കെമിസ്ട്രിയിൽ നിന്ന് 20, ബയോളജിയിൽ നിന്ന് 20, മാത്സിൽ നിന്ന് 20. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിന് 3 മാർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 60 മാർക്ക് ഒരു സബ്ജക്റ്റിൽ കിട്ടും. ഇപ്പോൾ ഫിസിക്സിന് 20 ക്വസ്റ്റ്യനാണ്, 3 മാർക്ക് വീതം നിങ്ങൾക്ക് 60 മാർക്കാണ് കിട്ടുക. അതുപോലെ കെമിസ്ട്രിയിലും ബയോളജിയിലും മാത്സിലും ഉണ്ടായിരിക്കും. ഇനി നിങ്ങളൊന്ന് തെറ്റിക്കുകയാണെങ്കിൽ -1 ആണ്. കറക്റ്റ് ആൻസറിന് 3 മാർക്കും, തെറ്റിപ്പോയാൽ -1ഉമാണ്. അങ്ങനെ ഒരു സെഷനിന് 60 മാർക്ക് വീതം 4 സെഷനാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടിയ മാർക്ക് കിട്ടുന്ന ഏതെങ്കിലും 3 സെഷൻ്റെ മാർക്ക് എടുക്കൂ. ഇപ്പം നിങ്ങൾക്ക് ബയോളജിയിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ മാത്സിൽ മാർക്ക് കുറഞ്ഞു, മാർക്ക് കൂടുതലുള്ള 3 സെഷനാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ അതുകൊണ്ട് 4 സെക്ഷൻ ഉണ്ടെങ്കിലും നെറ്റ് നിങ്ങളുടെ 3 സെക്ഷൻ്റെ മാർക്കേ കൺസിഡർ ചെയ്യൂ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമാണ് ശരിയായാൽ കിട്ടുക. 1 മാർക്ക് നെഗറ്റീവും പോകും. 20 മാർക്ക് വീതം, 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റിനും 3 മാർക്ക് വീതം. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു. ഇനി അഡ്മിറ്റ് കാർഡിലേക്ക് വരുന്നു. അഡ്മിറ്റ് കാർഡിന് ആകെ 2 പേജേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ പേജ് ഇങ്ങനെ ഒരു നിങ്ങളുടെ ഫോട്ടോയും ഒക്കെ ഉള്ളതാണ്. ഇതിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഏത് എക്സാമിലും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അഡ്മിറ്റ് കാർഡിലുണ്ടെങ്കിൽ കളർ പ്രിൻ്റ് ആയിരിക്കും എപ്പോഴും അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്, ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചറും ഉണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, കുട്ടിയുടെ പേര്, കുട്ടിയുടെ അഡ്രസ്സ് ഒക്കെ ഉണ്ടാവും. എക്സാമിൻ്റെ ഡേറ്റ് നോക്കുക, ജൂൺ 30-നാണ്. ടൈം 9 to 12:30 ആണ് ഈ അഡ്മിറ്റ് കാർഡ് പ്രകാരം. ഒന്നാമത്തെ ഷിഫ്റ്റിലാണ്. റിപ്പോർട്ടിംഗ് ടൈം 7:30 പറഞ്ഞിരിക്കുന്നത്. അതായത് 7:30 നിങ്ങൾ 9 മണിയുടെ എക്സാമിന് 7:30 നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കണം എന്നർത്ഥം. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോൺടാക്ട് നമ്പറും ടെസ്റ്റ് സിറ്റി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജാണ്. ഈ സെക്കൻഡ് പേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് നിങ്ങൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് പേജ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. അപ്പോൾ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെന്യൂ അല്ലെങ്കിൽ ഡ്യൂറേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അഡ്മിറ്റ് കാർഡുമായിട്ട് സെൻറ്ററിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ എത്തണം. ഇനി 30 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹോളിൽ എത്തണമെന്ന് നിർബന്ധമുണ്ട്. അതേപോലെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ ഒരാളെയും ഉള്ളിലേക്ക് പെർമിറ്റ് ചെയ്യില്ല. 9:30 ശേഷം എക്സാം ഹോളിലേക്ക് കടത്തിവിടില്ല. അതുപോലെ 11 മണിക്ക് മുമ്പ് എക്സാം ഹോളിൽ നിന്ന് പുറത്തേക്കും വിടില്ല. സോ നോ കാൻഡിഡേറ്റ് വിൽ ബി പെർമിറ്റഡ് ടു എൻ്റർ ദ എക്സാം ഹോൾ ആഫ്റ്റർ 9:30, 9:30 ശേഷമോ ടു ലീവ് ദ എക്സാം ഹോൾ ബിഫോർ 11 AM, 11 മണിക്ക് മുമ്പോ പുറത്തു പോകാനും സമ്മതിക്കില്ല. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പെൻസിലോ പേനയോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് കൊണ്ടുപോകണം. അപ്പോൾ പെൻസിലും പെന്നും രണ്ടും നിങ്ങൾക്ക് എഴുതിക്കൊള്ളുക. ഇനി ഇത് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യില്ല. പകരം നിങ്ങൾക്ക് A4 ഷീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ റഫ് വർക്ക് ചെയ്യാനുള്ള A4 ഷീറ്റ് അവർ തരും. പെന്ന്, പെൻസിലൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്പ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇങ്ങനെ ഒരു സാധനവും എക്സാം ഹോളിൽ പെർമിറ്റ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് കാണിച്ചു എന്നവർക്ക് തോന്നിയാൽ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 തമ്പും, ഇടത് കൈയുടെയും വലത് കൈയുടെയും 2 തമ്പും ഒരു കവർ ഇടുകയോ അല്ലെങ്കിൽ ബാൻഡേഡ് ചുറ്റുക, അങ്ങനെയുള്ള, അല്ലെങ്കിൽ മാർക്ക് ഇങ്ക് പറ്റിക്കുക, അതുപോലെ മെഹന്തി ചെയ്യുക. ഇങ്ങനെ മെഹന്തി കളറൊന്നും പറ്റില്ല. അപ്പോൾ ഒരു മെഹന്തി ഇട്ടതായിക്കൂടെ അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ, നിങ്ങൾ തമ്പ് ഇംപ്രഷൻ എടുക്കാൻ വേണ്ടി എടുക്കുന്ന അങ്ങനത്തെ ഒരു പാടും അതിലുണ്ടാവരുത്. കാരണം ബയോമെട്രിക് രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് 2 തമ്പും ക്ലീൻ ആയിരിക്കണം, കവേർഡ് ആയിരിക്കരുത്. അതുപോലെ എല്ലാ എക്സാമിനുള്ളതുപോലെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം നിങ്ങളുടെ ക്ലാസ് 10ൻ്റെ അഡ്മിറ്റ് കാർഡ് കൂടി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ID പ്രൂഫ്, അതായത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്,
അല്ലെങ്കിൽ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൂടി, അതായത് നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ കാർഡ്, അത് ഒറിജിനൽ ആയിരിക്കണം, ഫോട്ടോ കോപ്പി ആയിരിക്കരുത്, അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൂടി കൂടെ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഡീറ്റെയിൽ. പിന്നെ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്ത് വീട്ടിലും സൂക്ഷിച്ചേക്കുക. അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങുമെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല, എങ്കിൽ കൂടി അതിൻ്റെ ഒരു കോപ്പി കയ്യിൽ കരുതിയേക്കുക, അതായത് വീട്ടിൽ സൂക്ഷിക്കുക പിന്നീടുള്ള ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽ ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.